ഡിയർ ഫ്രണ്ട്സ്, നീനാസ് PSC പോയിൻറ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ജനുവരി ആദ്യ വാരത്തിൽ കേരളത്തിലെ പ്രധാന സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന വ്യക്തികൾ ആര്? കേരള ഹൂ ഈസ് ഹൂ, ഇതാണ് ഇന്നത്തെ വിഷയം. ആദ്യമായി കേരള ഗവർണർ. ഇപ്പോഴത്തെ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. 2025 ജനുവരി 2 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്ത രാജേന്ദ്ര അർലേക്കർ ഗോവ സ്വദേശിയാണ്. ആദ്യത്തെ കേരള ഗവർണർ B. രാമകൃഷ്ണറാവു, 23ാമത് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. അടുത്തത് കേരള മുഖ്യമന്ത്രി. 2021 നിലവിൽ വന്ന 15ാമത് കേരള നിയമസഭ തെരഞ്ഞെടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ. 2016 തിരഞ്ഞെടുക്കപ്പെട്ട 14ാം കേരള നിയമസഭക്കാലത്തും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി ഭരിച്ച മുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ. 2016 മുതൽ 12ാമത് കേരള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ആദ്യ കേരള മുഖ്യമന്ത്രി E.M. ശങ്കരൻ നമ്പൂതിരിപ്പാട്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. 2024 സെപ്റ്റംബർ 26 മുതൽ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജാംദാർ. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ റിട്ടയർമെൻറ്റ് പ്രായം 62 നിതിൻ ജാംദാറിന് ചീഫ് ജസ്റ്റിസ് കാലാവധി 62 തികയുന്ന 2026 ജനുവരി 9 വരെയാണ്. കേരള ഹൈക്കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് KT കോശി. 39ാമത് ചീഫ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജാംദാർ. അടുത്തത് കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി. 2024 സെപ്റ്റംബർ 1 മുതൽ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ. 60 വയസ്സ് തികയുന്ന 2025 ഏപ്രിൽ വരെയാണ് കാലാവധി. 48ാം ചീഫ് സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ വേണു IASൻ്റെ ഭാര്യയാണ് 49ാം ചീഫ് സെക്രട്ടറിയായി നിയമിതയായ ശാരദാ മുരളീധരൻ IAS. ഭർത്താവിൻ്റെ പിൻഗാമിയായി ഭാര്യ ഈ പദവി ഏറ്റെടുക്കുന്നത് കേരളത്തിൽ ആദ്യമായിട്ടാണ്. കേരളത്തിൻ്റെ ആദ്യ ചീഫ് സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ NES രാഘവനാചാരി. ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി പത്മ രാമചന്ദ്രൻ. കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിയായ 5ാമത്തെ വനിതയാണ് ശാരദാ മുരളീധരൻ. അടുത്തത് സ്റ്റേറ്റ് പോലീസ് ചീഫ്. 2023 ജൂലൈ മുതൽ 2025 ജൂൺ വരെയുള്ള 2 വർഷം കേരള സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് IPS. കേരളത്തിലെ DGP അഥവാ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ഷെയ്ഖ് ദർവേഷ് സാഹിബ് IPS. അടുത്തത് കേരളത്തിൻ്റെ ലോക് ആയുക്ത. 2024 ഓഗസ്റ്റ് 21 5 വർഷ കാലാവധിയോടെ നിയമിതനായ ലോക് ആയുക്ത ജസ്റ്റിസ് N. അനിൽകുമാർ. കേരള സംസ്ഥാനത്ത് 1998 നവംബർ 15 കേരള ലോകായുക്ത നിയമപ്രകാരം രൂപം കൊണ്ട അഴിമതി നിർമ്മാർജ്ജന സംവിധാനമാണ് ലോക് ആയുക്ത. ഒരു ലോകായുക്ത, 2 ഉപലോകായുക്തമാർ എന്നിവരടങ്ങിയതാണ് ഈ സംവിധാനം. കേരളത്തിൻ്റെ ആദ്യ ലോകായുക്ത ജസ്റ്റിസ് PC ബാലകൃഷ്ണ മേനോൻ. നിലവിലുള്ള 6ാമത്തെ ലോകായുക്ത ജസ്റ്റിസ് N. അനിൽകുമാർ. അടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം വഹിക്കുന്ന മന്ത്രിസഭ. 140 അംഗങ്ങളുള്ള കേരള നിയമസഭയിലെ മന്ത്രിമാരുടെ എണ്ണം 21. 140ൻ്റെ 15% 21. മന്ത്രിമാരുടെ പ്രധാന വകുപ്പുകൾ മാത്രമല്ല, അവർ ജയിച്ചുവന്ന നിയമസഭാ മണ്ഡലത്തെക്കുറിച്ചും അറിഞ്ഞിരിക്കണം. അവയും പരീക്ഷയിൽ ചോദിക്കാറുണ്ട്.
മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന പ്രധാന വകുപ്പ് ആഭ്യന്തരം. കൂടാതെ വിജിലൻസ്, IT, പ്ലാനിംഗ്, ന്യൂനപക്ഷക്ഷേമം, വിമാനത്താവളങ്ങൾ, മെട്രോ റെയിൽ തുടങ്ങി ധാരാളം വകുപ്പുകൾ വേറെയുമുണ്ട്. പിണറായി വിജയൻ ജയിച്ചു വന്ന നിയമസഭാ മണ്ഡലം ധർമ്മടം. KN ബാലഗോപാൽ. പ്രധാന വകുപ്പ് ധനകാര്യം. GST, ലോട്ടറി, സ്റ്റാമ്പ് ഡ്യൂട്ടി, KSFE, KFC മുതലായ മറ്റു വകുപ്പുകളുമുണ്ട്. നിയമസഭാ മണ്ഡലം കൊട്ടാരക്കര. P. രാജീവ്. നിയമ, വ്യവസായ, വാണിജ്യ മന്ത്രി. മണ്ഡലം കളമശ്ശേരി. PA മുഹമ്മദ് റിയാസ്. പൊതുമരാമത്ത്, ടൂറിസം. മണ്ഡലം ബേപ്പൂർ. MP രാജേഷ്. തദ്ദേശ സ്വയംഭരണം, എക്സൈസ്, പാർലമെൻ്ററി കാര്യങ്ങൾ. നിയമസഭാ മണ്ഡലം തൃത്താല. വീണ ജോർജ്. ആരോഗ്യം, വനിതാ ശിശുക്ഷേമം. മണ്ഡലം ആറന്മുള. V. ശിവൻകുട്ടി. പൊതുവിദ്യാഭ്യാസം, തൊഴിൽ. മണ്ഡലം നേമം. R. ബിന്ദു. ഉന്നത വിദ്യാഭ്യാസം, സാമൂഹിക നീതി. മണ്ഡലം ഇരിഞ്ഞാലക്കുട. സജി ചെറിയാൻ. ഫിഷറീസ്, സാംസ്കാരിക യുവജനകാര്യ മന്ത്രി. മണ്ഡലം ചെങ്ങന്നൂർ. VN വാസവൻ. സഹകരണം, ദേവസ്വം, തുറമുഖം എന്നീ വകുപ്പുകൾ. മണ്ഡലം ഏറ്റുമാനൂർ. V. അബ്ദുറഹിമാൻ. താനൂരിൽ നിന്നുള്ള MLA ആയ V. അബ്ദുറഹിമാൻ്റെ വകുപ്പുകൾ സ്പോർട്സ്, വഖഫ്, ഹജ്ജ് തീർത്ഥാടനം, റെയിൽവേ, തപാൽ. OR കേളു. K. രാധാകൃഷ്ണൻ MP ആയി ജയിച്ച ശേഷം മന്ത്രിസ്ഥാനം രാജിവെച്ച ഒഴിവിൽ മന്ത്രിയായതാണ് മാനന്തവാടി MLA OR കേളു. വകുപ്പ് പട്ടികജാതി, പട്ടികവർഗ, പിന്നാക്ക വിഭാഗക്ഷേമം. ഓർക്കുക, ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയൻ, ധനകാര്യം KN ബാലഗോപാൽ, നിയമം, വ്യവസായം P. രാജീവ്, പൊതുമരാമത്ത്, ടൂറിസം PA മുഹമ്മദ് റിയാസ്, തദ്ദേശ സ്വയംഭരണം, എക്സൈസ് MP രാജേഷ്, ആരോഗ്യം വീണ ജോർജ്, വിദ്യാഭ്യാസം, തൊഴിൽ V. ശിവൻകുട്ടി, ഉന്നത വിദ്യാഭ്യാസം, സാമൂഹിക നീതി R. ബിന്ദു, ഫിഷറീസ്, സാംസ്കാരികം, യുവജനകാര്യം സജി ചെറിയാൻ, സഹകരണം, ദേവസ്വം, തുറമുഖം VN വാസവൻ, സ്പോർട്സ്, വഖഫ്, ഹജ്ജ്, റെയിൽവേ V. അബ്ദുറഹിമാൻ, പട്ടികജാതി, പട്ടികവർഗ, പിന്നാക്ക വിഭാഗക്ഷേമം OR കേളു. ഇതുവരെ പറഞ്ഞ 12 മന്ത്രിമാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അഥവാ CPM പ്രതിനിധികളാണ്. അടുത്തത് K. രാജൻ. റവന്യൂ, ഹൗസിംഗ് എന്നിവയുടെ മന്ത്രി. നിയമസഭാ മണ്ഡലം ഒല്ലൂർ. GR അനിൽ. ഭക്ഷ്യം, സിവിൽ സപ്ലൈസ്. മണ്ഡലം നെടുമങ്ങാട്. P. പ്രസാദ്. കൃഷി വകുപ്പ് മന്ത്രി. മണ്ഡലം ചേർത്തല. J. ചിഞ്ചുറാണി. മൃഗസംരക്ഷണം, ക്ഷീരവികസനം. മണ്ഡലം ചടയമംഗലം. ഓർക്കുക, റവന്യൂ മന്ത്രി K. രാജൻ, ഭക്ഷ്യമന്ത്രി GR അനിൽ, കൃഷി P. പ്രസാദ്, മൃഗസംരക്ഷണം, ക്ഷീരവികസനം J. ചിഞ്ചുറാണി. ഈ 4 മന്ത്രിമാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അതായത് CPI പ്രതിനിധികളാണ്. അടുത്തത് K. കൃഷ്ണൻകുട്ടി. വൈദ്യുതി മന്ത്രി. നിയമസഭാ മണ്ഡലം ചിറ്റൂർ. റോഷി അഗസ്റ്റിൻ. ജലവിഭവ വകുപ്പ് മന്ത്രി. മണ്ഡലം ഇടുക്കി. AK ശശീന്ദ്രൻ. വനം, വന്യജീവി സംരക്ഷണം. മണ്ഡലം എലത്തൂർ. KB ഗണേഷ് കുമാർ. ഗതാഗത മന്ത്രി. മണ്ഡലം പത്തനാപുരം. കടന്നപ്പള്ളി രാമചന്ദ്രൻ. രജിസ്ട്രേഷൻ, മ്യൂസിയം, പുരാവസ്തു എന്നീ വകുപ്പുകൾ. മണ്ഡലം കണ്ണൂർ. ഓർക്കുക, വൈദ്യുത മന്ത്രി K. കൃഷ്ണൻകുട്ടി ജനതാദൾ സെക്യുലർ നേതാവാണ്. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ, പാർട്ടി കേരള കോൺഗ്രസ് M. വനം മന്ത്രി AK ശശീന്ദ്രൻ, പാർട്ടി നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി എന്ന NCP.
ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ, പാർട്ടി കേരള കോൺഗ്രസ് ബി. രജിസ്ട്രേഷൻ, മ്യൂസിയം, പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, പാർട്ടി കോൺഗ്രസ് എസ്. ഗവൺമെൻറ്റിൻ്റെ ആദ്യ 2.5 വർഷത്തിനു ശേഷം രാജിവെച്ച ഡെമോക്രാറ്റിക് കേരള കോൺഗ്രസ് പാർട്ടിയിലെ ആന്റണി രാജുവിന് പകരമാണ് കെ.ബി. ഗണേഷ് കുമാർ മന്ത്രിയായത്. ഐ.എൻ.എല്ലിലെ അഹമ്മദ് ദേവർകോയിലിന് പകരമാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി മന്ത്രിയായത്. ഇപ്പോഴത്തേത് 15ാം കേരള നിയമസഭയാണെന്ന് നമുക്കറിയാം. 2021 15ാം കേരള നിയമസഭയുടെ ആരംഭകാലത്ത് സ്പീക്കർ എം.ബി. രാജേഷ് ആയിരുന്നു. 2022 എം.ബി. രാജേഷ് സ്പീക്കർ സ്ഥാനം രാജിവെച്ച് തദ്ദേശ സ്വയംഭരണ മന്ത്രി എം.വി. ഗോവിന്ദൻ രാജിവെച്ച ഒഴിവിൽ മന്ത്രിയായി. 2022 മുതൽ കേരള നിയമസഭാ സ്പീക്കർ എ.എൻ. ഷംസീർ. ഈ നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഓർക്കുക, ഇപ്പോൾ നിയമസഭാ സ്പീക്കർ എ.എൻ. ഷംസീർ, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഇതോടൊപ്പം ഓർക്കുക, 1ാം കേരള നിയമസഭാ സ്പീക്കർ ശങ്കരനാരായണൻ തമ്പി, ഡെപ്യൂട്ടി സ്പീക്കർ കെ.ഒ. ഐഷാബായി, പ്രതിപക്ഷ നേതാവ് പി.ടി. ചാക്കോ. അടുത്തത് കേരള ഗവൺമെൻറ്റിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിയമോപദേഷ്ടാവാണ് അഡ്വക്കേറ്റ് ജനറൽ. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ കെ. ഗോപാലകൃഷ്ണ കുറുപ്പ്. അടുത്തത് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ചെയർമാൻ. സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ചെയർമാൻ എപ്പോഴും മുഖ്യമന്ത്രിയാണ്. അതിനാൽ ചെയർമാൻ പിണറായി വിജയൻ. ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ പ്രൊഫസർ വി. കെ. രാമചന്ദ്രൻ. കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് സ്ഥാപിതമായ വർഷം 1967 സെപ്റ്റംബർ. സംസ്ഥാന പ്ലാനിംഗ് ബോർഡിൻ്റെ ആദ്യ ചെയർമാൻ അന്നത്തെ മുഖ്യമന്ത്രി ഇ.എം. ശങ്കരൻ നമ്പൂതിരിപ്പാട്. ആദ്യ വൈസ് ചെയർമാൻ എം.കെ. ഹമീദ്. അടുത്തത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. നിലവിലുള്ള, അതായത് 7ാമത്തെ ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ഡോക്ടർ കെ.എൻ. ഹരിലാൽ. 2024 ഒക്ടോബർ മുതൽ 2 വർഷമാണ് കാലാവധി. 6ാമത്തെ ചെയർമാൻ എസ്.എം. വിജയാനന്ദ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്ത് ശുപാർശകൾ സമർപ്പിക്കാൻ 1994 ആരംഭിച്ചതാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. 1ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ പി.എം. എബ്രഹാം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. കേരള PSCയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ എം.ആർ. ബൈജു. 1936 തിരുവിതാംകൂർ PSC ആയി ആരംഭിച്ച് 1949 തിരുകൊച്ചി PSC ആയി 1956 നവംബർ 1 കേരള PSC ആയപ്പോൾ ആദ്യത്തെ ചെയർമാൻ വി കെ വേലായുധൻ. അടുത്തത് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ. കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് യു. ഷറഫ് അലി. ഇന്ത്യയുടെ മുൻ ഫുട്ബോൾ താരമാണ് യു. ഷറഫ് അലി. കേണൽ G.V. രാജ 1954 രൂപീകരിച്ച തിരുവിതാംകൂർ സ്പോർട്സ് കൗൺസിലിൻ്റെ തുടർച്ചയാണ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ആദ്യ പ്രസിഡന്റ് G.V. രാജ. ഓർക്കുക, കേരള ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ കെ. ഗോപാലകൃഷ്ണ കുറുപ്പ്. കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ചെയർമാൻ പിണറായി വിജയൻ. വൈസ് ചെയർമാൻ പ്രൊഫസർ വി. കെ. രാമചന്ദ്രൻ. 7ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ കെ.എൻ. ഹരിലാൽ. കേരള PSC ചെയർമാൻ ഡോക്ടർ എം.ആർ. ബൈജു. കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു. ഷറഫ് അലി.
അടുത്തത് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട കമ്മീഷനുകൾ. കേരള സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. 1998 ഡിസംബർ 11 രൂപീകരിച്ച കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് എം പരീത് പിള്ള. ഇപ്പോഴത്തെ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. 70 വയസ്സ് അല്ലെങ്കിൽ 3 വർഷമാണ് ചെയർമാൻ്റെ കാലാവധി. കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. ഇപ്പോൾ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ എ ഷാജഹാൻ. 2021 ഏപ്രിൽ മുതൽ 2026 മാർച്ച് വരെയാണ് എ ഷാജഹാൻ്റെ കാലാവധി. അതായത് 65 വയസ്സ് അല്ലെങ്കിൽ 5 വർഷം. 1993 ഡിസംബർ 3 രൂപീകരിച്ച സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആദ്യ ചീഫ് കമ്മീഷണർ MSK രാമസ്വാമി. സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ. ഇപ്പോഴത്തെ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ. 2005 ഡിസംബർ 19 സ്ഥാപിക്കപ്പെട്ട സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെ ആദ്യ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ്. ഇപ്പോഴത്തെ കമ്മീഷണർ വി ഹരിനായർ. കേരള വിമൻസ് കമ്മീഷൻ. സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി സതീദേവി. 1996 മാർച്ച് 3 രൂപീകരിച്ച സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷ പ്രസിദ്ധ കവയിത്രി സുഗതകുമാരി. 1990 സംസ്ഥാന വനിതാ കമ്മീഷൻ ബിൽ തയ്യാറാക്കിയ പ്രധാനികൾ അന്നത്തെ സാമൂഹികക്ഷേമ വകുപ്പ് മന്ത്രി KR ഗൗരിയമ്മ, ജസ്റ്റിസ് VR കൃഷ്ണയ്യർ, ജസ്റ്റിസ് സുബ്രഹ്മണ്യൻ പോറ്റി എന്നിവർ ആയിരുന്നു. കേരള സ്റ്റേറ്റ് യൂത്ത് കമ്മീഷൻ. കേരള സംസ്ഥാന യുവജന കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ എം ഷാജർ. കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ KV മനോജ് കുമാർ. കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ A. അബ്ദുൾ റഷീദ്. സ്റ്റേറ്റ് കമ്മീഷണറേറ്റ് ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി. സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറേറ്റിൻ്റെ ഇപ്പോഴത്തെ കമ്മീഷണർ ഡോക്ടർ PT ബാബുരാജ്. കേരള സ്റ്റേറ്റ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റിഡ്രസൽ കമ്മീഷൻ. സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാർ. കേരള സ്റ്റേറ്റ് ഫാർമേഴ്സ് ഡെറ്റ് റിലീഫ് കമ്മീഷൻ. കേരള കർഷക കടാശ്വാസ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ജസ്റ്റിസ് K. എബ്രഹാം മാത്യു. അടുത്തത് സാംസ്കാരിക സ്ഥാപനങ്ങൾ. കേരള സാഹിത്യ അക്കാദമി. 1956 സ്ഥാപിക്കപ്പെട്ട കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂർ. ഇപ്പോഴത്തെ ചെയർമാൻ K. സച്ചിദാനന്ദൻ. ആദ്യ ചെയർമാൻ സർദാർ KM പണിക്കർ. ആപ്തവാക്യം മലയാണ്മയുടെ സർഗകവാടം. കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രങ്ങളാണ് സാഹിത്യലോകം, സാഹിത്യ ചക്രവാളം, മലയാളം ലിറ്റററി സർവേ എന്നിവ. കേരള സംഗീത നാടക അക്കാദമി. 1958 സ്ഥാപിതമായ കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂർ. ഇപ്പോഴത്തെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി. ആദ്യ ചെയർമാൻ മങ്കുത്തമ്പുരാൻ. കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖപ്രസിദ്ധീകരണമാണ് കേളി. കേരള ലളിതകലാ അക്കാദമി. 1962 സ്ഥാപിക്കപ്പെട്ട ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂർ. ഇപ്പോഴത്തെ ചെയർമാൻ മുരളി ചീരോത്ത്. ആദ്യ ചെയർമാൻ M. രാമവർമ്മ രാജ. പ്രസിദ്ധീകരണം
ചിത്രവാർത്ത. കേരള ഫോക്ക്ലോർ അക്കാദമി സ്ഥാപിച്ച വർഷം 1995. ആസ്ഥാനം കണ്ണൂർ ജില്ലയിലെ ചിറക്കൽ. കേരള ഫോക്ക്ലോർ അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ് പൊലി. ഇപ്പോഴത്തെ ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ, ആദ്യ ചെയർമാൻ G ഭാർഗവൻ പിള്ള. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സ്ഥാപിക്കപ്പെട്ട വർഷം 1998. ഇപ്പോൾ ആക്ടിംഗ് ചെയർമാനായി പ്രവർത്തിക്കുന്നത് സിനിമാ നടനായ പ്രേംകുമാർ. ചില വിവാദങ്ങളെ തുടർന്ന് ചെയർമാൻ രഞ്ജിത്ത് രാജിവെച്ചതിനെ തുടർന്നാണ് നിലവിലെ വൈസ് ചെയർമാനായ പ്രേംകുമാർ സ്ഥാനമേറ്റിരിക്കുന്നത്. കേരള ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യ ചെയർമാൻ ഷാജി N. കരുൺ. ഡിയർ ഫ്രണ്ട്സ്, കേരള ഹൂ ഈസ് ഹൂ എന്ന വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.